പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM എന്ന് പറയുന്ന പാർട്ടി എല്ലാ കാലവും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് തങ്ങൾ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണ്. ഒരു തരത്തിലുള്ള വർഗീയതയും തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ പല്ലും നഖം ഉപയോഗിച്ച് എതിർക്കുന്ന ഒരു തീർത്തും മതേതര സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തങ്ങൾ എന്നാണ് CPM പതിറ്റാണ്ടുകളായി പറയാറുള്ളത്. നമുക്കറിയാം, 80കളുടെ മധ്യത്തിൽ ഒരു വർഗീയ പാർട്ടികളുമില്ലാതെ അധികാരത്തിൽ വന്നതിൻ്റെ ക്രെഡിറ്റ് ഉൾപ്പെടെയുള്ള ഒരു പാർട്ടിയാണ് CPM. ആ CPMൻ്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് തരത്തിലുള്ള വർഗീയതകളെയും ഒരേപോലെ ഒരേ സമയം എതിർക്കുക എന്നുള്ളതാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള ഭൂരിപക്ഷ വർഗീയതയും മുസ്ലിം ലീഗിനെ പോലും ഇപ്പോഴും CPM വർഗീയ പാർട്ടിയാണ് കാണുന്നത്. മുസ്ലിം ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി, ഇതുപോലുള്ള PF പോപ്പുലർ ഫ്രണ്ട്, ഇതുപോലൊക്കെയുള്ള ന്യൂനപക്ഷ വർഗീയ പാർട്ടികളെയും ഒരേ സമയം എതിർക്കുന്ന പാർട്ടിയാണ് തങ്ങളുടെ പാർട്ടി എന്നാണ് CPM അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് വർഗീയതകളെ ഒരുപോലെ എതിർത്തുകൊണ്ട് മതേതര മൂല്യങ്ങൾ, മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ചുരുക്കം ചില പാർട്ടികളിൽ ഒന്നാണ് തങ്ങൾ, അല്ലെങ്കിൽ തങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്നാണ് CPM പറയാറ്. BJP അതിശക്തമായിട്ട് തങ്ങൾ എതിർക്കുന്നു എന്നാണ് CPM പറയുന്നത്. മറുവശത്ത് കോൺഗ്രസിനെ എതിർക്കുന്നതിൻ്റെ കാരണം കോൺഗ്രസ് ഈ വർഗീയ പാർട്ടികളുമായി ബന്ധം സ്ഥാപിക്കുന്നു, അവരുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു, കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കോൺഗ്രസിനെയും അവർ എതിർത്തുകൊണ്ടിരിക്കുക. കേരളത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കോൺഗ്രസ് വർഗീയ പാർട്ടികളുമായി സന്ധി ചെയ്യുന്നു എന്നാണ്. കാരണം മുസ്ലിം ലീഗിനെ ഇപ്പോഴും അവർ വർഗീയ പാർട്ടിയായിട്ടാണ് കാണുന്നത്. മുസ്ലിം ലീഗിനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനൊരു അരഡസൻ ശ്രമങ്ങൾ 90കളുടെ രണ്ടാം പകുതി മുതൽ നടത്തിയിട്ടുള്ളൊരു പാർട്ടിയാണ് CPM എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. 1996 ആണ് ആദ്യ ശ്രമം നടന്നത്. ജനകീയാസൂത്രണം എന്ന ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ മറവിൽ മുസ്ലിം ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തി അതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമം നടത്തി. 2005 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗുമായിട്ടൊരു അടവ് നയം ഉണ്ടാക്കി. അതിനുശേഷം പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ ഒരുമിച്ച് സമരം ചെയ്യാം, ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോഴത്തേക്ക് മുസ്ലിം ലീഗുമായിട്ട് ബന്ധം സ്ഥാപിച്ച് മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് ക്ഷണിച്ചു. ഇസ്രായേൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഹമാസും ആയിട്ട് ബന്ധപ്പെട്ട് യുദ്ധം നടന്ന സമയത്തും മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള വർഗീയതകളെയും എതിർക്കും എന്ന് പറയുകയും തരാതരത്തിൽ രണ്ട് തരം വർഗീയതകളുമായി സന്ധി ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് സമീപനമാണ് CPMനുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുസ്ലിം ലീഗിൻ്റെ കാര്യം. ഒരു അരഡസൻ തവണയെങ്കിലും മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് അതിന് വഴങ്ങിയിട്ടില്ല. വഴങ്ങാതെ വരുമ്പോൾ അവർ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് വിളിച്ച് പരിഹസിക്കും, രൂക്ഷമായി. അങ്ങനെ മുസ്ലിം ലീഗ് ഇങ്ങോട്ട് വരില്ല എന്ന് കണ്ടപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, BJP ആയിട്ട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, മോദി സർക്കാരുമായി അടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആ ശ്രമം. അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തൽ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഭൂരിപക്ഷ സമുദായങ്ങൾ, ഭൂരിപക്ഷ വർഗീയത അവരുമായിട്ട് സന്ധി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വശത്ത് രണ്ട് വർഗീയതകളെ എതിർക്കുന്നു എന്ന് പറയുക, മറുവശത്ത് ഈ രണ്ട് വർഗീയതകളുമായിട്ട് സന്ധി ചെയ്യാൻ ശ്രമിക്കും. അതിലേറ്റവും അവസാനത്തെ ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കഴിഞ്ഞ ഏതാനും മാസങ്ങളായി UDF, ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള പാർട്ടികൾക്ക് കീഴടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രചരണമാണ് CPM UDFനെതിരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതിനുശേഷമൊക്കെ നടത്തിക്കൊണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കും എന്ന് പോലും AK ബാലനെ പോലെ തലയ്ക്ക് വെളിവില്ലാത്ത നേതാക്കന്മാർ വന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അങ്ങനെ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ CPM മുസ്ലിം ലീഗിനെതിരെയും UDFനെതിരെയും, അല്ലെങ്കിൽ UDFനെതിരെ നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് മുസ്ലിം വർഗീയതയുമായി UDF സന്ധി ചെയ്യുന്നു, ജമാഅത്തെ ഇസ്ലാമിയുമായി സന്ധി ചെയ്യുന്നു, SDPIയുമായി സന്ധി ചെയ്യുന്നു എന്നുള്ളതായിരുന്നു വാദം. BJP ആയിട്ട് സന്ധി ചെയ്യുന്നു എന്നുള്ള വാദം ഇപ്പോഴും ഉണ്ട്. പല മണ്ഡലങ്ങളിലും ദുർബലമായിട്ടുള്ള സ്ഥാനാർത്ഥികളിട്ട് BJP സഹായിക്കാൻ ശ്രമിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഡീൽ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ശക്തമായി വന്നു. നമ്മൾ കണ്ടു, പാലക്കാട് കണ്ടു, റാന്നിയിൽ കണ്ടു,
പിന്നെ ചെങ്ങന്നൂർ കണ്ടു, ഏറ്റുമാനൂർ കണ്ടു, അവിടെയൊക്കെ ആ വിവാദം ശക്തിപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വന്നിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? യു ഡി എഫ് മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിൽ, ആ 2 മണ്ഡലങ്ങളിൽ SDPIയുടെ സ്ഥാനാർത്ഥികളെ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു എന്നുള്ള അതീവ ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതായത് SDPIയിൽ നിന്ന് വോട്ട് വാങ്ങുക എന്നുള്ളതല്ല, SDPIയിൽ നിന്ന് വോട്ട് വാങ്ങുന്നു എന്നുള്ളത് പ്രധാനം, SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തത് പ്രധാനം, അത് SDPIയിൽ നിന്ന് വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. അതിപ്പോൾ പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും മറ്റു നേതാക്കന്മാരായാലും ഒക്കെ SDPIയിൽ നിന്ന് വോട്ട് വാങ്ങുമോ എന്നുള്ള ചോദ്യത്തിന് തങ്ങൾ ആരുടെ വോട്ടും വാങ്ങും എന്നാണ് അവരിപ്പോൾ പറയുന്നത്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ SDPI പോലുള്ള സംഘടനകളുടെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ വോട്ട് തങ്ങൾ വാങ്ങില്ല എന്ന് പറയാൻ UDFന് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നവരാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് ഓർക്കണം. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട എന്ന് തങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതിനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നവർ ഇപ്പോൾ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ അവർ തയ്യാറാവുന്നില്ല. മറുഭാഗത്ത് എന്താ അവർ ചെയ്തിരിക്കുന്നത്? അവർ വേങ്ങര മണ്ഡലത്തിൽ, മങ്കട മണ്ഡലത്തിലും SDPIക്കാരെ തങ്ങളുടെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിക്കുകയാണ് സുഹൃത്തുക്കൾ. എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക്. വേങ്ങരയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2021 SDPIയുടെ സ്ഥാനാർത്ഥിയായി 2021 മത്സരിച്ച ആളാണ് ഇപ്പോൾ 2026 വേങ്ങരയിലെ LDF സ്ഥാനാർത്ഥി. അപ്പോൾ വോട്ട് വാങ്ങുമില്ല എന്നുള്ള പ്രശ്നത്തിനപ്പുറത്ത് SDPIയുടെ നേതാക്കന്മാരെ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയാണ് CPM നേതൃത്വത്തിലുള്ള LDF ചെയ്യുന്നത്. മങ്കടയിൽ എന്ത് സംഭവിച്ചു? LDF ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു, അയാൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തു, അയാളെ പിൻവലിപ്പിച്ചിട്ട് SDPIയുടെ ഒരു പ്രതിനിധിയെ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ SDPI എന്ന് പറയുന്നത് ഏറ്റവും വലിയ വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞിരുന്ന ഈ CPM ആ വർഗീയ പാർട്ടിയുടെ നേതാക്കന്മാരെ തങ്ങളുടെ തന്നെ സ്ഥാനാർത്ഥികളാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കണം. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കുന്നു എന്ന് പറയുന്ന CPM അവർ ഇന്നലെ വരെ വർഗീയ ഭീകരവാദ പാർട്ടിയായിരുന്നു എന്ന് മുദ്ര കുത്തിയിരുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാരെ തങ്ങളുടെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിക്കുന്നു. ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമല്ലേ ഇത്? ഒരു വർഗീയ ഭീകരവാദ പാർട്ടിയുമായി പരസ്യമായി സന്ധി ചെയ്യുന്നതിന് തുല്യമല്ലേ സുഹൃത്തുക്കൾ? അവരിൽ നിന്ന് വോട്ട് വാങ്ങുന്നതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണിത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എങ്ങനെയും അധികാരത്തിൽ കയറുന്നതിന് ഏത് വർഗീയ പാർട്ടിയുമായും ഭീകരവാദ പാർട്ടിയുമായും കൂട്ടുചേരാൻ ഒരു മടിയുമില്ല എന്ന് CPM അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഇതിപ്പോൾ തെളിയിച്ചിരിക്കുകയല്ലേ. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താ? ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞ പ്രത്യാഘാതം എന്താ? CPMൻ്റെ മതേതര വോട്ട് ബാങ്കിനെ ഈ നടപടി വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. CPMൻ്റെ ഒരു 10-25-30% മതേതര വോട്ട് ബാങ്കാണത്. CPMൻ്റെ പാർട്ടി മെമ്പർമാരെ അനുഭാവികൾ ചേരുന്നതാണ് 10-30% വരുന്ന വോട്ട് ബാങ്ക്. ആ മതേതര വോട്ട് ബാങ്കിൻ്റെ അകത്ത്, ആ മതേതര വോട്ട് ബാങ്കിനുള്ളിൽ ഈ SDPIയുമായി CPM നടത്തിയിരിക്കുന്ന ഈ പരസ്യ ബാന്ധവം ആ മതേതര വോട്ട് ബാങ്കിനുള്ളിൽ വലിയ വിള്ളൽ സൃഷ്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വലിയ വിള്ളൽ. പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലെ CPMൻ്റെ മതേതര വോട്ട് ബാങ്കിനകത്ത് വലിയ ഞെട്ടൽ ഇതുണ്ടാക്കിയിരിക്കുകയാണ്. അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അതിനകത്തുനിന്ന് ആളുകൾ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും അണികളുടെ ഇടയിൽ ഇത് വലിയ തോതിലുള്ള ഒരു ആശങ്കയും അസ്വസ്ഥതയും ആശയക്കുഴപ്പവും ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് മതേതര പാർട്ടിയാണെന്ന് പറയുക, മറുവശത്ത് ഒരു ഭീകര വർഗീയ പാർട്ടിയുടെ നിന്ന് വോട്ട് മേടിക്കുന്നത് തന്നെ ശരിയല്ല എന്നുള്ളതെടുത്ത് വോട്ട് മേടിക്കുന്നതിന് പകരം അവരുടെ നേതാക്കന്മാരെ സ്വന്തം സ്ഥാനാർത്ഥികളാക്കി കെട്ടിയെഴുന്നള്ളിക്കുന്ന സാഹചര്യം CPMൻ്റെ മതേതര വോട്ട് ബാങ്ക്, ലക്ഷക്കണക്കിന് ഈ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന CPMൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുണ്ട്. പരമ്പരാഗത വോട്ട് ബാങ്ക്, അതാണ് CPM ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്കിൽ ഈ CPMൻ്റെ ഈ നടപടി വലിയ തോതിലുള്ള അസ്വസ്ഥതകൾക്കും ആശങ്കകൾക്കും
ഇടവരുത്തിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ജയിക്കാൻ വേണ്ടി SDPI എങ്കിൽ SDPI, മനസ്സിലായി? അതാണല്ലോ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഫലത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ SDPI ആയിട്ട് ബാന്ധവം സ്ഥാപിക്കുന്നത് കൊണ്ട് SDPIയുടെ അണികളുടെ വോട്ടുകൾ തന്നെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. മറുവശത്ത് SDPIയുമായി ഉണ്ടാക്കുന്ന ഈ അനധികൃത ബന്ധം, ഈ ബാന്ധവം CPMൻ്റെ 10-25-30% വരുന്ന അടിസ്ഥാന മതനിരപേക്ഷ മതേതര വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുമെന്നും ആത്യന്തികമായി കക്ഷത്തിലിരിക്കുന്നതും പോകും, ഉത്തരത്തിലിരിക്കുന്നതും പോകും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CPM SDPയുമായി ഉണ്ടാക്കിയിരിക്കുന്ന പരസ്യ ബാന്ധവം CPMൻ്റെ പരമ്പരാഗത 25-30% വരുന്ന പരമ്പരാഗത വോട്ട് ബാങ്കിനെ എല്ലാ അർത്ഥത്തിലും അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.